നാടകാന്ത്യം കലാരാജു ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത്യധികം, അതായത് ജനുവരി 18-ാം തീയതി മുതൽ ഒട്ടനവധി നാടക സംഭവങ്ങൾക്ക് വേദിയായ സ്ഥലമാണ് കൂത്താട്ടുകുളം. അതേ കൂത്താട്ടുകുളത്താണ് ഇപ്പോൾ വീണ്ടും കലാരാജു 18-ാം തീയതി കലാരാജുവിനെയാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായ ആരോപണം ഉയരുകയും നഗരസഭയുടെ ഭരണം CPM തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്നെല്ലാം LDF അവകാശപ്പെട്ടെങ്കിലും പിന്നീട് അവിശ്വാസ പ്രമേയവും അതിനുശേഷം വന്ന വീണ്ടും കലാരാജുവിന് 13 വോട്ടുകൾക്കാണ് കലാരാജു വിജയം കൈവരിച്ചിരിക്കുന്നത്. മുൻ ചെയർപേഴ്സണും LDFിന്റെ സ്ഥാനാർത്ഥിയുമായ വിജയ ശിവൻ 12 വോട്ടുകളാണ് നേടിയത്. കലാരാജുവിൻ്റെയും അതോടൊപ്പം തന്നെ സ്വതന്ത്രനായിട്ടുള്ള PG സുനിലിൻ്റെയും വോട്ടുകളാണ് UDFിനൊപ്പം നിന്ന് കലാരാജുവിൻ്റെ നേട്ടം ഉണ്ടായത്. ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ കൗൺസിൽ ഹാളിനകത്ത് തന്നെ LDFിൻ്റെ പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ട്. മുൻ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഇത് ഒരു കരുതിക്കൂട്ടിയുള്ള നീക്കമാണ്, കുതിരക്കച്ചവടമാണ് എന്നൊരു ആരോപണമാണ് ആദ്യം മുതൽ തന്നെ അവർ ഉപയോഗിച്ചത്. ആ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിഷേധം ശക്തമാക്കിയാണ് നിലവിൽ CPM ചെയ്യുന്നത്. മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഈ ഉദ്ദേശം അതായത് കുലംകുത്തിയായി നിന്ന് വോട്ട് നേടി ജയിച്ചതാണ് എന്നൊരു ആരോപണമാണ് CPM-നുള്ളത്. അധിക സമയമില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഗോപികൃഷ്ണൻ. അതായത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 3-4 മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിൽ ഒരു ഇലക്ഷൻ കൂടി വന്നിരിക്കുന്നത്. അതായത് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു ഇലക്ഷൻ കൂടി നടന്നിരിക്കുന്നത്. ആ ഇലക്ഷനിൽ കലാരാജു വിജയിക്കുമ്പോൾ ഒരു കൗൺസിൽ യോഗം മാത്രമാണ്. കൂത്താട്ടുകുളം നഗരസഭയിൽ കലാരാജു ചെയർപേഴ്സൺ ആയിരിക്കുന്നു. LDFിന് ഭരണം നഷ്ടമായത് കലാരാജുവിന്റെ മാറിയതോടുകൂടിയായിരുന്നു. ഇപ്പോൾ കലാരാജു UDF പിന്തുണയോടുകൂടി അവിടെ ചെയർപേഴ്സൺ ആയിരിക്കുന്നു.